അവരെത്തി നോക്കിയിരിക്കുകയായിരുന്നു. വരണം വരണം. ഡോക്ടറെ എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കില്ല. ഇവന്റെ മുഖത്തോട്ട് നോക്ക്. ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടയ്ക്ക പോലെ. എന്താണ് കക്കാൻ പോണ്ട രാത്രി? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അത് ഞാനേ സോഷ്യൽ മീഡിയയിൽ ഒരു പെങ്കൊച്ചിന്റെ വീഡിയോക്ക് ബോഡി ഷേം ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഇട്ട് ചുമ്മാ തമാശ കിട്ടതാ. നമ്മളെയാണല്ലോ മച്ചമ്പി. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ താങ്ക വിചാരിച്ചത്? തമാശക്കില്ലേ? നിന്റെ ഉണ്ടക്കണ്ണിട്ട് ഞാൻ 2 കുത്തു വെച്ചിട്ട് തമാശക്കാണെന്ന് പറയട്ടെ. ക്ഷമിക്കോ നീ എന്നോട്? നമ്മള് ചമ്മി അല്ലേടി? ആരും കണ്ട വേമ്പോ ഞാൻ വിചാരിച്ചത് ആരും കാണൂലായിരിക്കുന്നു, പക്ഷെ എല്ലാരും കണ്ടു. ഇപ്പൊ 2 ദിവസമായിട്ട് എല്ലാ സൈഡിൽ ഊക്കാണ്, ഉറങ്ങാൻ പറ്റണില്ല. എനിക്കൊരു ഭാഗ്യം ആരും കണ്ടില്ല. ആരോ കണ്ടിട്ടുണ്ട്. ഞാനെല്ലാം കണ്ടു, ഞങ്ങയും കേട്ടു. ആദ്യം സ്വയം എന്താണെന്നുള്ളത് ബോധം വേണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ കളിയാക്കാൻ ഇറങ്ങാനായിട്ട്. കേട്ടാ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ? എന്റെ പ്രേമശങ്കര, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഇതൊക്കെ ഭയങ്കര കുറ്റമാണ്. വണ്ടാരകത്ത് പോവും. കേട്ടാ? പിന്നെ ഉറക്കം ഉണ്ടാവൂല. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. അത് പിന്നെ എനിക്കും സോഷ്യൽ മീഡിയയിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആ ഒരു ബലത്തിൽ ഇട്ടതാ. പക്ഷേ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ വേണ്ടല്ലോ. നിന്റെ ഈ പറഞ്ഞ ഫോളോവേഴ്സ് ഒക്കെ അവിടെ കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്തും. കേട്ടാ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. സോറി, മോശമായി പോയി. അല്ല ഡോക്ടർ, അപ്പൊ എന്റെ ഉറക്കം വായി തോന്നിയതൊക്കെ കമന്റ് ഇട്ടിട്ട് അവളിപ്പൊ ഞാൻ ഉറക്കി കൊടുക്കണേ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഈ സംഗമം